ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഇതിനകത്തായിരിക്കുമ്പോൾ ദൈവത്തിന് എന്തോ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി ഇല്ലാത്ത ആരും ഇതിനകത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളവർ മാത്രമേ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായി ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി എൻ്റെ വീടിൻ്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്യുമെന്ന്? ഇന്ന് രാത്രി ഈ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന ബിജു ബ്രദർ, ബിജു പാഷ്, അതുപോലെ തന്നെ സനൽ പാഷ്, എല്ലാവരും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എന്നെ ക്ഷണിച്ച നിങ്ങളുടെ ഈ സംഘടനയോടെല്ലാം ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി നിശ്ചയമായി ദൈവം എന്നോട് ഒരു ദൂത് കൈമാറിയിട്ടുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ചില വീടിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കും ചില വിഷയത്തിൻ്റെ അകത്ത് ഒരു മറുപടി ഇന്ന് രാത്രി വെളിപ്പെടും എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടോ. ഷാൽബ്രയാന്തേൽ പ്രവാസിയാന്തേലിയ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടോ. എല്ലാ ശബ്ദങ്ങളും ഒന്ന് ഉയർത്തിയാട്ടോ. ആ ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ചാട്ടെ. ഇന്ന് രാത്രി മറ്റെന്തിനൊക്കെ കർത്താവെ ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊടണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് രാത്രി ഒന്ന് വെളിപ്പെടണമെന്ന് ആ നാമം ഉറക്കി വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടോ. കർത്താവേ ഇന്ന് രാത്രി ഈ പട്ടണത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലയും ഞങ്ങൾ ആത്മാവിൽ ഇപ്പോൾ കർത്താവെ ഒരു കൂട്ടം ജനങ്ങൾ ആർപ്പിട്ടപ്പോൾ കർത്താവെ ആർക്കും തകർക്കാൻ കഴിയാത്ത വമ്പൻ മതിലിടിഞ്ഞ് താഴെ വീണതുപോലെ ഇന്ന് രാത്രി കർത്താവെ ജനം ആർപ്പിടുമ്പോൾ ഈ പട്ടണത്തിൻ്റെ അകത്ത് ശത്രു വെച്ച മതിലുകൾ കർത്താവെ സാത്താൻ വെച്ച മതിലുകളെ ഇന്ന് രാത്രി ഒരു കൂട്ടർ അഭിഷക്തന്മാർ ഒരു കൂട്ട ദൈവജനം ആർപ്പിടുമ്പോൾ തന്നെ ഈ പട്ടണത്തിൻ്റെ അകത്ത് കർത്താവേ ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഇരുളിൻ്റെകളെ വാഴ്ചകളെ ഇന്ന് രാത്രി കർത്താവേ വഴിമാറുന്ന രാത്രികാലമായി തീരാൻ എത്ര പേർ ആദരം തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? എല്ലാ ശബ്ദങ്ങളും ഉയർച്ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് പ്രവാദനം യേശുവിൻ്റെ നാമത്തിൽ അന്തരീക്ഷത്തെ ഞങ്ങൾ തിരിക്കുക. ദൈവപ്രവർത്തിക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ തിരിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമായി വെളിപ്പെടട്ടെ. പ്രവാദനം ശബ്ദമുയർത്തി അതരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് രാത്രി എല്ലാ ശബ്ദങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരെയും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. എന്നാൽ ജീവനുള്ളതൊക്കെയും യേശുവിനെ ഇന്ന് രാത്രി അതരങ്ങളെ തുറന്നു സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അവന്റെ സാന്നിധ്യത്തോടെ ഇന്ന് രാത്രി പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് ഇന്ന് രാത്രി നീ കൈയടിക്കുമ്പോൾ തന്നെ നീ ഇതിനകത്തോട്ട് പ്രതികരിക്കുമ്പോൾ തന്നെ മരണങ്ങൾ വഴിമാറിയ ഇന്നത്തെ വീട്ടിൽ ഏതൊക്കെയോ വീടിന്റെ അകത്ത് സാത്താൻ അലങ്കോലമാക്കിയ നിന്നെ അലങ്കരിക്കുന്ന രാത്രിയാ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കർത്താവേ ഇന്ന് പകലങ്ങയുടെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങട്ടെ. വലിയ ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെട്ട് ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചില വീടിന്റെ അവസ്ഥകൾ മാറട്ടെ. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഞങ്ങളായിരിക്കുന്നു. അത്ഭുതം അങ്ങ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് ഇന്ന് രാത്രി നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ഒരു വചനം ഇന്ന് രാത്രി ദൈവാത്മാവ് എൻ്റെ അകത്ത് ഇന്ന് രാത്രി കത്തിച്ചിട്ടുണ്ട്. ആ ദൂതനെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മദ്ദലക്കാരത്തി മറിയാൻ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. മതി. ഇന്ന് രാത്രിയിൽ ചില കല്ലുകൾ നീങ്ങുന്ന രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. 20-ാം അധ്യായത്തിന്റെ അകത്ത് 4 പ്രത്യക്ഷതകളെ കുറിച്ച് പറയുക. 4 പ്രത്യക്ഷതകൾ നമുക്ക് കാണാൻ കഴിയും. 4 പ്രത്യക്ഷതകളും ദൈവത്തിന്റെ പ്രവർത്തികൾ കാത്തിരുന്ന ചിലരുടെ മേലാണ്. വചനം പറയുന്ന കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് രാത്രി ശക്തിയെ പുതുക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ.
ഇന്ന് രാത്രി എനിക്ക് എന്നെ ദൈവാത്മാവ് ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. മതി. ഇന്ന് രാത്രി ഇവിടെ നമുക്ക് കാണാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ അകത്ത് 1-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ ദിവസത്തിന്റെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം മറിയ, മഗ്ദലക്കാരത്തി മറിയ എന്ന് പറഞ്ഞ സ്ത്രീ യേശുവിന്റെ കല്ലറയ്ക്ക് സുഗന്ധം ഇടാൻ വേണ്ടി യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് കാണാൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറവാതിൽക്കൽ നിന്ന് കല്ലു നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഇന്ന് രാത്രി പ്രതികൂലങ്ങളെയൊക്കെ മാറ്റി വെച്ച് ഇന്ന് രാത്രിയിലും ആരാധനയ്ക്ക് വന്ന എത്ര പേരുണ്ട്? ഒത്തിരി പ്രതികൂലം എൻ്റെ ലൈഫിൻ്റെ അകത്തുണ്ട്. ഒത്തിരി പ്രശ്നത്തിന്റെ നടുവിലാണ് ഞാൻ. എന്നാലും ഇന്ന് രാത്രി ഞാൻ ആരാധിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം. എത്ര പേരുണ്ട് ഇന്ന് രാത്രി എനിക്ക് ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഇവിടെ നമുക്ക് കാണാം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഒരു സ്ത്രീ ഇരുട്ടുള്ളപ്പോൾ, നേരം വെളുപ്പോ ഇരുട്ടുള്ളപ്പോൾ യേശുവിന്റെ കല്ലറയ്ക്കകത്ത് സുഗന്ധം ഇടാൻ വേണ്ടി അവൾ യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ കാത്തിരിക്കുക. കല്ലറയുടെ മുമ്പിൽ സുഗന്ധം ഇടാൻ വേണ്ടി അവൾ യേശുവിന്റെ കല്ലറയിലേക്ക് ഓടി വരുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ യേശുവിനെ കാണാൻ ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നീ പരാജയം കാണത്തില്ല. എത്ര പരാജയപ്പെട്ടവനെ ജയിപ്പിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി അത് ബൈബിൾ എന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീ യേശുവിനെ കാണാൻ വേണ്ടി വരികയാണ്. അവിടെ ചിന്ത മുഴുവൻ യേശുവിന്റെ കല്ലറയ്ക്കകത്ത് സുഗന്ധം പൂശണമെന്ന് ഒറ്റ ചിന്തയുള്ളൂ. ഇന്ന് രാത്രി മറ്റൊന്നും ഇതിനകത്ത് നടന്നില്ലെങ്കിൽ എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന് പറയുന്നത് എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്ന് രാത്രി ഞങ്ങളെ കണ്ടാൽ നിങ്ങൾ പരാജയപ്പെടും, പക്ഷെ ഇന്ന് രാത്രി യേശുവിനെ കണ്ടാൽ നിന്റെ പരാജയങ്ങൾ വഴിമാറും. ഇന്ന് രാത്രി കാണേണ്ടവനെ നീ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി പ്രസംഗകനെ കണ്ടാൽ നീ പരാജയപ്പെടും, പക്ഷെ ഇന്ന് രാത്രി അവൾക്കറിയാം ഞാൻ യേശുവിനെ കണ്ടാൽ എന്റെ ദുഃഖങ്ങൾ വഴിമാറും. എത്ര പേരുണ്ട് ഇന്ന് രാത്രി യേശുവിനെ കാണാൻ വന്നവര്? ഹല്ലേലൂയ. നമ്മളെല്ലാം പല സാഹചര്യത്തിലുള്ളവരാ, പല കാര്യത്തിന് വേണ്ടി യേശുവിനെ ആശ്രയിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി യേശു ഒരു മരിച്ചവരുടെ ദൈവമല്ല, യേശു ഒരു സംഘടനയുടെ ദൈവമല്ല, യേശു വിശ്വസിക്കുന്നവന്റെ ദൈവമാണ്. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിൽ നിന്ന് വിശ്വസിക്കാമോ? എന്റെ ജീവിതത്തിന്റെ അകത്ത് യേശു അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേരുണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മഹത്വങ്ങളെ കാണുന്ന രാത്രിയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ത്രീക്ക് ദൈവത്തെ കാണണമെന്നുള്ള അതികഠിനമായ ഹൃദയത്തിന്റെ അകത്ത് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ഹൃദയത്തിന്റെ അകത്ത് മുഴുവൻ മറ്റു പണത്തിനേക്കാൾ പ്രശസ്തിയേക്കാൾ എനിക്ക് യേശുവിന്റെ ശരീരത്തിന്റെ അകത്ത് സുഗന്ധമിടണമെന്നുള്ള ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളായിരുന്നു. ഇന്ന് രാത്രി ഇത്രയും രൂപ ചെലവാക്കി ഈ അഭിഷക്തന്മാർ മീറ്റിംഗ് ക്രമീകരിക്കുന്നത് യേശുവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാ, യേശുവിനെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയാ. ഒത്തിരി പൈസ ഉണ്ടായിട്ടല്ല, ഒത്തിരി സമ്പത്ത് ഉണ്ടായിട്ടല്ല, പക്ഷെ ആരൊക്കെയോ തകർന്നവർ, ഉടഞ്ഞവർ, ആർക്കും വേണ്ടാത്തവർ യേശുവിനെ കാണാൻ വേണ്ടിയാ ഇന്ന് രാത്രി മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം ആ സ്ത്രീ യേശുവിന്റെ കല്ലറക്കിലേക്ക് ഓടി വരിക. എന്താ മറിയേ ഇത്ര ഓടി വരാൻ കാരണം? ആ സ്ത്രീ എന്നോട് പറയുക, അതേ അഭിഷക്തനെ, ഞാൻ വരാൻ കാരണം ഒറ്റ കാരണമുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ 7 ഭൂതം ബാധിച്ചൊരു സ്ത്രീയായിരുന്നു ഞാൻ. കഴിഞ്ഞ നാളിൽ 7 ഭൂതം എന്റെ ശരീരത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഒരു വാക്കിന്റെ അകത്ത് എന്റെ ശരീരത്തിന്റെ അകത്ത് ബന്ധനങ്ങൾ അഴിഞ്ഞു. ഇന്ന് രാത്രി യേശു എന്റെ ജീവിതത്തിനകത്ത് ഒരത്ഭുതം ചെയ്തെന്ന് പറയുന്നവർ അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു ഒരു അത്ഭുതമെങ്കിലും നിന്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. അതരങ്ങളെ തുറന്ന് ആത്മാവിൽ ഇന്ന് രാത്രി സ്വീകരിച്ചാട്ടെ. പ്രവാദനം
ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം ലോകരെല്ലാം ഉറങ്ങുമ്പോൾ ഒരു സ്ത്രീക്ക് മാത്രം ഉറക്കമില്ല. കാരണം എന്താ? അവരുടെ പ്രാണനാഥൻ കല്ലറയ്ക്കകത്ത് കിടക്കുക. അവന്റെ ശരീരത്തിന്റെ അകത്ത് സുഗന്ധമിടാൻ വേണ്ടി ആ സ്ത്രീയുടെ അകത്തളത്തിൽ അതികഠിനമായ പ്രേരണ വെളിപ്പെടുക. ഇന്ന് രാത്രി മറ്റൊന്നും നടന്നില്ലേ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഉയർത്തിയ കൈകളെ നോക്കി ഞാൻ കൈമാറുക. ഈ കൈകൾ പരാജയപ്പെടത്തില്ല. ഇന്ന് രാത്രി നീ അവനെ കണ്ടേ മടങ്ങും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ ഇരുട്ടുള്ളപ്പോൾ നമുക്ക് ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, എന്നാലും നമുക്ക് ആരാധനയ്ക്ക് പോകാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ ഇന്ന് രാത്രി ആ സ്ത്രീയുടെ മുമ്പിൽ സാഹചര്യമെല്ലാം വിപരീതമായിരുന്നു. സാഹചര്യം മുഴുവൻ അനുകൂലമല്ലായിരുന്നു. അനുകൂലമല്ലാത്ത സാഹചര്യത്തിനകത്ത് ആ സ്ത്രീ യേശുവിനെ കാണാൻ വന്നു. അവക്കറിയാം, എന്റെ പ്രശ്നങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ലോകത്തെ സംഘടനക്കല്ല, മതപുരോഹിതന്മാർക്കല്ല. എന്നെ വിടിവിക്കാൻ കഴിവുള്ള ഒരുത്തൻ കല്ലറയുടെ അകത്ത് കിടക്കുക. അവന്റെ പേര് നസ്രയത്തുകാരനായ യേശു. എത്ര പേര് ആ നാമം ഉറക്കെ പറയാൻ റെഡിയാ? യേശു എന്ന നാമത്തെ എത്ര പേര് ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറയാൻ റെഡിയാ? ഹല്ലേലൂയ. തന്റെ ഇടത്തോടെ ഒരു സ്ത്രീ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ കല്ലറയുടെ മുമ്പിൽ വന്ന് നിൽക്കുക. സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, ഇരുട്ടിനെ മാറ്റിവെച്ച്, സകലതും മാറ്റിവെച്ച് ഒറ്റ ആഗ്രഹമുള്ളൂ, അകത്ത് കിടക്കുന്നവന്റെ ശരീരത്തിന്റെ അകത്ത് സുഗന്ധമിടാൻ വേണ്ടി. ഇന്ന് രാത്രി പല പ്രതീക്ഷകളോടെ നാം വന്നത്. മക്കളെ കെട്ടിക്കാൻ പല സാഹചര്യത്തിനകത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരിനകത്തുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേക്കാതെ ഇന്ന് രാത്രി ഒരു ദൈവ പ്രവൃത്തി നീ കാണുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അല്പസമയം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ഞങ്ങളെ കണ്ടില്ലല്ലോ. ഇന്ന് രാത്രി ചിലർ യേശുവിനെ കാണാൻ പോവുക. ഇന്ന് രാത്രി യേശുവിന്റെ പ്രത്യക്ഷത നിന്റെ വീടിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുക. ദൂരത്തും ചാരത്തും ഞങ്ങളെ കേൾക്കുന്ന വ്യക്തികളുടെ ഈ ജീവിതത്തിനകത്ത്, നിന്റെ തകർന്ന വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഈ മണ്ണിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു സ്ത്രീയാ, ഒരു പുരുഷനല്ല. ആ സ്ത്രീ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കകത്ത് കിടക്കുന്നവനെ കാണാൻ ഓടി വരിക. അവിടെ അകത്ത് ആഗ്രഹം എന്താണെന്നറിയുമോ? അകത്ത് കിടക്കുന്നവന്റെ ശരീരത്തിന്റെ അകത്ത് സുഗന്ധം ഇടണം. ഒറ്റ ആഗ്രഹമുള്ളൂ. ഇന്ന് രാത്രി നാം മീറ്റിങ്ങിന് വരുന്നത് പല ആഗ്രഹത്തോടാ, പല സാഹചര്യത്തിനകത്ത്. ഒന്നീ മക്കളെ കെട്ടിക്കണം, ഒന്നീ കടഭാരം മാറണം, അല്ലെങ്കിൽ പല ആവശ്യമായിട്ടാണ് നാം ഇതിനകത്തിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി നീ യേശുവിനെ കണ്ടാൽ നിന്റെ സകല പ്രതിസന്ധികളും വഴിമാറും. ഇന്ന് രാത്രി പ്രസംഗകനെ കണ്ടാൽ നീ പരാജയപ്പെടും. പക്ഷെ യേശുവിനെ കണ്ടാൽ അവർക്കറിയാം, ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല. ഇന്ന് രാത്രി ഈ വചനം പറയുക, ഇതെടുത്തവനെ എല്ലാം ദൈവം അനുഗ്രഹിച്ച കാരണം എന്താ? അവർ വചനത്തിനകത്ത് പറയുന്ന യേശുവിനെ കണ്ടത് കൊണ്ടാ. എത്ര പേർ പറയൂ, എന്റെ ലൈഫിന്റെ അകത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം യേശുവിനെ കണ്ടത് കൊണ്ടാണ്? എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് രാത്രി? എത്ര പേർക്ക് ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി പറയാൻ കഴിയും, എന്റെ സിറ്റുവേഷൻ മാറിയത്, എന്റെ അവസ്ഥ മാറിയത് ഞാൻ യേശുവിനെ കണ്ടത് മൂലമാണെന്ന്? എത്ര പേർക്ക് തന്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ കഴിയും? എത്ര പേർക്ക് അതരം തുറന്ന് വിളിച്ചു പറയാൻ കഴിയും? ഹല്ലേലൂയ. ഒരു സ്ത്രീ വന്ന് നിൽക്കുക, യേശുവിന്റെ കല്ലറയ്ക്കകത്ത് സുഗന്ധമിടാൻ. നാം എല്ലാം പലതും പ്രതീക്ഷിച്ചു വരുമ്പോൾ ആ സ്ത്രീയുടെ മുമ്പിലെ ചിന്ത മുഴുവൻ അകത്ത് കിടക്കുന്നവനെ കുറിച്ചുള്ള വെളിപ്പാടാ. ഇന്ന് രാത്രി യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിന്റെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ വീടിന്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. അത് നന്നായി സ്ത്രീക്കറിയാം. അതുകൊണ്ട് ഈ സ്ത്രീ യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയുടെ മുമ്പിൽ വരിക. എന്തിനാണെന്നറിയാമോ? യേശുവിനെ ഒന്ന് കാണാൻ. കാരണം എന്റെ പ്രതിസന്ധിയെ മാറ്റാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഈ പറയുന്ന യേശു മാത്രമാണ്. ഹല്ലേലൂയ. അവൾ കല്ലറയുടെ മുമ്പിൽ വന്നപ്പോൾ കാണുന്നത് കല്ലറയുടെ വാതിലുകൾ ഉരുട്ടിക്കളഞ്ഞിരിക്കുക. കല്ലറയുടെ അകത്ത് നോക്കിയപ്പോൾ അതിന്റെ അകത്ത് ഒന്നും കാണുന്നില്ല.
ഹല്ലേലൂയ. അങ്ങനെ കാണാതിരുന്നപ്പോൾ അവൾ ഓടി പോകുക. യേശുവിനെ കാണാത്തത് കൊണ്ട് അവൾ ഓടിപ്പോയി പത്രോസിനോട് പറയുക, കാത്തിരുന്ന ശിഷ്യന്മാരോട് പറയുക, യേശുവിനെ വെച്ചെടുത്ത് യേശുവിന്റെ ശരീരമില്ലെന്ന്. നമുക്ക് കാണാൻ കഴിയും പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും ഓടി കല്ലറയുടെ മുമ്പിൽ വരിക. എന്തിനാണെന്നറിയുമോ? അകത്ത് വെച്ചവനെ ഒന്ന് കാണാൻ. ഒത്തിരി പ്രതീക്ഷയോടെ നാം ഇതിനകത്ത് വന്നത്. പണം മോഹിച്ച് വന്നവർ പരാജയപ്പെട്ടു പോകും. പ്രശസ്തി മോഹിച്ച് വന്നവർ പരാജയപ്പെട്ടു പോകും. ഇന്ന് രാത്രി വീട് മോഹിച്ച് വന്നവർ പരാജയപ്പെട്ടു പോകും. പക്ഷെ യേശുവിനെ കാണാൻ വന്നവർ ഇന്ന് രാത്രി മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ നിന്റെ പരാജയങ്ങൾ വഴിമാറും. എത്ര പേരുണ്ട് ഇന്ന് രാത്രി യേശുവിനെ കാണാൻ വന്നവർ? എത്ര പേരുണ്ട്? പത്രോസ് നോക്കിയപ്പോൾ കണ്ടില്ല, കൂടെയുള്ള ശിഷ്യന്മാർ നോക്കിയപ്പോൾ കണ്ടില്ല. പാതി വഴിക്ക് വിടുതലൊന്നും കാണാത്തപ്പോൾ, യേശുവിനെ കാണാത്തപ്പോൾ അവരെല്ലാം മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഒത്തിരി മീറ്റിംഗ് നാം കാണുന്നില്ലേ? പല വിടുതലും കാണാത്തപ്പോ നാം മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പൊ വസിക്കുന്നത്. പലതും കാണാൻ നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നാം ദൈവത്തെ പോലും മറന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അകത്താണ് നാം ജീവിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയും പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും കല്ലറ വാതിൽക്കൽ വന്ന് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. റൂമാല് ചുറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർ തിരികെ പോയി. യേശുവിന്റെ ശരീരം ആരൊക്കെ എടുത്തോണ്ട് പോയെന്ന് വിചാരിച്ചു അവർ മടങ്ങിപ്പോയി. ഇന്ന് രാത്രി മടങ്ങിപ്പോകാതെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി എത്ര വർഷങ്ങളുടെ ബന്ധനമാണെങ്കിലും, എത്ര വർഷത്തെ തകർച്ചയാണെങ്കിലും, ഇന്ന് രാത്രി അത് വഴിമാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 12 വർഷം രക്തവാദം പിടിച്ച സ്ത്രീ യേശു പോകുന്ന വഴിയരികിൽ യേശുവിനെ കാത്തു വെയിറ്റ് ചെയ്യുക. കാരണം എന്താ? 12 വർഷം ഒരു വൈദ്യന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിവുള്ള ഒരുത്തൻ ഈ റോഡിലൂടെ നടന്നു പോകുക. അവനെ തൊട്ടാൽ, അവൻ എന്നെ തൊട്ടാൽ എന്റെ സാഹചര്യങ്ങൾ വഴിമാറുമെന്ന് അകത്തളത്തിൽ വെളിപ്പാട് കിട്ടിയ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊങ്ങലി തൊടാൻ കാത്തു നിൽക്കുക. ഇന്ന് രാത്രി അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. ഒരു പ്രത്യക്ഷതയ്ക്ക് വേണ്ടി എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഒരു ഇടപെടലിന് എത്ര പേരിനകത്ത് കാത്തിരിപ്പുണ്ട്? ഹല്ലേലൂയ. 12 വർഷം രക്തവാദം ആ ശരീരത്തിന്റെ അകത്ത് വേറിയ വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചെടുക്കെ അവിടെ ശരീരത്തിന്റെ അകത്ത് രോഗം മാറുന്നില്ല. അവൾ വിശ്വസിക്കുക. ആ റോഡിലൂടെ കടന്നു പോകുന്ന ഒരുത്തനുണ്ട്, അവന്റെ പേരാ യേശു. അവനെ ഒന്ന് തൊട്ടാല്, അവൻ എന്നെ തൊട്ടാല് ഞാൻ സൗഖ്യമാകുമെന്ന് അകത്തളത്തിൽ വിശ്വസിച്ച സ്ത്രീ ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലി തൊട്ടപ്പോ കഴിഞ്ഞ 12 വർഷം അവൾ അനുഭവിച്ച വേദനകൾ പരിഹരിക്കപ്പെട്ടെങ്കിൽ, ആരോടൊക്കെയോ ഞാൻ ദൂത് കൈമാറിയ കഴിഞ്ഞ വർഷങ്ങളിൽ നീ അനുഭവിച്ച വേദന മാറണമെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ മുറുകെ പിടിക്കേ, യേശുവിനെ വിളിക്കേ. ഇന്ന് രാത്രി യേശുവിനെ കാണാൻ നീ റെഡിയാണെങ്കിൽ, എത്ര വർഷത്തെ രോഗമാണെങ്കിലും, എത്ര വർഷത്തെ ബന്ധനമാണെങ്കിലും മാറ്റാൻ കഴിവുള്ള ഒരുത്തനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു മാത്രം. എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ഇന്ന് രാത്രി വെറുതെ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള രാത്രിയല്ല. നീ വിശ്വസിക്കുക. 12 വർഷം രക്തവാദം പിടിച്ചവൻ വിശ്വസിക്കുക. അവൻ എന്നെ തൊട്ടാലും, ഞാൻ അവനെ തൊട്ടാലും ഞാൻ സൗഖ്യമാകും. ഇന്ന് രാത്രി നിന്റെ വർഷങ്ങൾ ദൈവത്തിന് വിഷയമല്ല. നീ വിശ്വസിക്കുക. ഇന്ന് രാത്രി എന്റെ അന്തരീക്ഷം, എന്റെ കുടുംബത്തിലെ സിറ്റുവേഷൻ, എന്റെ മദ്യപാനിയായ ഭർത്താവിന്റെ സാഹചര്യങ്ങൾ, അവരുടെ ജീവിതങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകുമെന്ന്, മദ്യപാനം മാറുമെന്ന് ഇന്ന് രാത്രി നീ ഉറക്കെ വിശ്വസിക്കുക. ഹല്ലേലൂയ. എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ഹല്ലേലൂയ. വിടുതൽ പ്രതീക്ഷിച്ചു വന്നവർ അത് കാണാതെ മടങ്ങുമ്പോൾ ഒരു കൂട്ടർ നിൽക്കുക. അകത്തെ വെളിപ്പാട് എന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. മറ്റൊന്നും ലൈഫിന്റെ അകത്ത് നടന്നില്ലല്ലോ. ഇന്ന് രാത്രി ഈ ഹസാരിയിൽ നീ പ്രാർത്ഥിക്കണം, തമ്പുരാനെ എനിക്ക് ഇന്ന് രാത്രി അങ്ങേ ഒന്ന് കാണണം. ഇന്ന് രാത്രി അവനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ പരാജയങ്ങൾ വഴിമാറും. എത്ര പരാജയപ്പെട്ടവനെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു മാത്രം.
ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കാൻ? ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. നിന്റെ അവസ്ഥ ഇന്ന് രാത്രി മാറുമെന്ന് നീ ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ സ്ത്രീക്കറിയാം അകത്ത് കിടക്കുന്നവനെ കുറിച്ചുള്ള വെളിപ്പാട്. ഇന്ന് രാത്രി അകത്ത് കിടക്കുന്നവൻ സാധാ ഒരുത്തനല്ല കിടക്കുന്നത്, അവൻ മരണത്തെ പൊട്ടിച്ചവനാ. അകത്ത് കിടക്കുന്നവനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് കത്തിത്തുടങ്ങിയാൽ ഇന്ന് രാത്രി നീ കസേര വിട്ട് എഴുന്നേൽക്ക്. കാരണം അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനായ ദൈവമാ, അവൻ സമാധാനത്തിന്റെ പ്രഭുവാ. ഇന്ന് രാത്രി അവന്റെ പേര് ഈ പട്ടണത്തിൽ ഉറക്കെ വിളിക്കുമ്പോൾ ഇന്ന് രാത്രി പട്ടണത്തിലെ ആവിചാരങ്ങൾ ഭയപ്പെടും, മന്ത്രവാദങ്ങൾ ഭയപ്പെടും. കാരണം ആ പേരിന്റെ മുമ്പിൽ ചിലത് വിറയ്ക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ലോകത്ത് സാത്താൻ പേടിക്കുന്ന, സാത്താൻ പരാജയപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. ഇന്ന് രാത്രി നിന്റെ പരാജയത്തെ വഴിതിരിച്ചു വിടാമെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കേ, യേശുവേ ഇന്ന് രാത്രി എന്റെ അവസ്ഥകൾ മാറ്റണമേ. എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ഹല്ലേലൂയ. കാണാൻ വന്നവർ പലതും ഒന്നും കാണാതെ പോകുമ്പോൾ അകത്ത് വെളി കാത്തിരിക്കും ഒരു സ്ത്രീ. എന്താ? എന്നെ വിടിവിച്ചാലും ഇല്ലേലും ഞാൻ യേശുവിനെ കാണും. ശത്രുക്കും മേശക്കും അവേദനക്കും പറയാ, ഈ എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങളുടെ ജീവൻ വെന്തുപോയാലും ഈ ദൈവത്തെ ഞാൻ തള്ളി പറയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടത് തള്ളി പറയാത്ത, ദൈവത്തിന് വേണ്ടി മരണം വരെ നിൽക്കുന്ന ഒരു കൂട്ടരെ ഈ പട്ടണത്തിൽ ദൈവം തരയുക. നിന്റെ വീടിനെ ദൈവം തരയുക, നിന്റെ ദൈവം തരയുക. ദൈവം ഇന്ന് രാത്രി ചിലരെ തരയുക. എത്ര പേരുണ്ട് ഇന്ന് രാത്രി? വിടുതൽ കാണാത്തപ്പോൾ പത്രോസും കൂടെയുള്ള ശിഷ്യനും മാറിപ്പോയി, അവർ മാറിപ്പോയി. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീ കല്ലറയുടെ മുമ്പിൽ കാത്തിരിക്കുക. എന്നെ വിടുവിച്ച, 7 ഭൂതം ബാധിച്ച എന്നെ വിടുവിച്ച യേശുവിനെ എനിക്കൊന്ന് കാണണം. ഇന്ന് രാത്രി യേശു വിടുവിച്ചെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തിയൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, മരണത്തിൽ എന്നെ വിടുവിച്ചതിന് നന്ദി, എന്റെ തലമുറ അപകടത്തിൽ നിന്ന് വിടുവിച്ചതിന് നന്ദി, ആക്സിഡന്റിൽ പെടാത്തതിന് നന്ദി, എന്റെ വീടിനകത്ത് അനർത്ഥം വരാത്തതിന് നന്ദി. നന്ദി കർത്താവേ. എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും? 2012 എന്റെ ജീവിതത്തിന്റെ അകത്ത് ലോറി കയറി ഇറങ്ങിയ ശരീരമാ. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക, എന്താ ഇത്ര ധൈര്യത്തോടെ ഇന്ന് പ്രസ്താവിക്കുന്നത്? ലോറി കയറി ഇറങ്ങി ജീവൻ ചത്ത ശവമായി കിടന്ന എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരുത്തൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്റെ സാഹചര്യങ്ങൾ മാറി. ഹല്ലേലൂയ. ഡോക്ടർമാർ പറഞ്ഞു 90% ആക്സിഡന്റിനകത്ത് ലോറി കയറി ഇറങ്ങിയ ശരീരമായി കിടന്നപ്പോ ഡോക്ടർമാർ പറയാ പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന്, ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന്. യൗവനക്കാരനായ എന്റെ ജീവിതത്തിന്റെ അകത്ത് 2 കാലും മുറിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോൾ അതിദുഃഖമുണ്ടായി. ഞാൻ കർത്താവിനോട് ആ ഹോസ്പിറ്റൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അകത്ത് ആ റൂമിന്റെ അകത്ത് കിടന്ന് പറയാ, കർത്താവ് എനിക്ക് ഒരു അവസരം തന്നു കഴിഞ്ഞാൽ എന്റെ മരണം വരെ എന്നെ വിളിച്ചവനെ, എന്നെ വിടുവിച്ചവനെ പ്രസ്താവിക്കാൻ ഞാൻ കാണുമെന്ന് തന്റെ ഇടത്തോടെ എന്ന് പ്രഖ്യാപിച്ചോ. മുറിച്ച് കളയണമെന്ന കാലുകൊണ്ട് ഇന്ന് രാത്രി അനേക ഇടങ്ങൾ നിർത്തിയത് ആ ദൈവത്തിന്റെ പ്രത്യക്ഷത കൊണ്ട് മാത്രമാണ്. ഡോക്ടർമാർക്ക് വിടുവിക്കാൻ കഴിഞ്ഞില്ല, പ്രഭുവന്മാർക്ക് വിടുവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ ശരീരത്തെ 90% നശിച്ചു പോയ എന്റെ ശരീരത്തെ, അരക്ക് കീപ്പോട്ട് തളർന്ന എന്റെ ശരീരത്തെ വിടുവിച്ചൊരു ദൈവത്തെ ഉയർത്താതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം എന്റെ മരണം മാറ്റിയവനെ ഇന്ന് രാത്രി മതമല്ല, സംഘടനയല്ല, നസ്രയത്തുകാരനായ യേശുവാണ് എന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി നിന്റെ വീടിന്റെ അവസ്ഥകൾ മാറും, നിന്റെ വീടിന്റെ അവസ്ഥകൾ മാറും, നിന്റെ തലമുറയുടെ ഭാവി ഇന്ന് രാത്രി തമ്പുരാൻ തിരിക്കുന്ന രാത്രിയാ. ചത്ത ശവമായി ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്റെ ലൈഫിന്റെ അകത്ത് 22ാമത്തെ വയസ്സിൽ കയറി വന്നത് ആക്സിഡന്റാ.
ആ ലൈഫിനകത്ത് ലോകക്കാർ പറഞ്ഞു തീർന്നു പോയെന്ന്, ബന്ധുമിത്രാദികൾ പറഞ്ഞു തീർന്നു പോയെന്ന്. ഇന്ന് രാത്രി ആര് തീർന്നെന്ന് പറഞ്ഞു അവിടെ ദൈവം തുടങ്ങും. ഇന്ന് രാത്രി ആര് തകർന്നെന്ന് പറഞ്ഞു അവിടെ എന്റെ ദൈവം തുടങ്ങും. ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ആരൊക്കെയോ ദൈവം വെയിറ്റ് ചെയ്യുക. ദൈവത്തിന് എന്തൊക്കെയോ നിന്നെ കൊണ്ട് ചെയ്യിക്കണം. ഇന്ന് രാത്രി ഒരു പൗലോസായി, ഒരു പത്രോസായി ദൈവാത്മാവ് ഇന്ന് രാത്രി ചില തിരയുകയാണ്. ജീവിതം മുഴുവൻ മടുത്തുപോയ സാഹചര്യം, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഡോക്ടർമാർ പറഞ്ഞ ആരൊക്കെ ഇപ്പോട്ട് മുറിച്ചു കളയണമെന്ന്. അർദ്ധവേദനയോടെ അർദ്ധപ്രാണനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ പിടിക്കുമെന്ന്. അന്ന് എൻ്റെ കിടക്കകത്ത് ഞാനൊരു തീരുമാനമെടുത്തു, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. അന്ന് ഇറങ്ങി തിരിച്ചതാ. ഇന്ന് രാത്രിയോ ഒരു ഉളുപ്പുമില്ലാതെ, തൻ്റെ ഇടത്തോടെ, ഒരു ബലഹീനതയും ഇല്ലാതെ ഞാൻ ഇതിനകത്ത് നിൽക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ പ്രത്യക്ഷത എൻ്റെ ലൈഫിൽ വെളിപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അതൊക്കെ കീപ്പോട്ട് മുഴുവൻ സ്റ്റീല. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ഭാരമില്ല, കാരണം എനിക്ക് അതിന്റെ നടുവിൽ ഒരുത്തനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. എന്റെ കഷ്ടതയ്ക്കകത്ത് എന്റെ കൂടെ നിന്ന് ഒരുവനെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. അവൻ എൻ്റെ ലൈഫിൽ വന്നപ്പോൾ, എൻ്റെ ജീവിതത്തിനകത്ത് പ്രത്യക്ഷതപ്പെട്ടപ്പോൾ എൻ്റെ വൈകല്യങ്ങൾ വഴിമാറി. ഇന്ന് രാത്രി അവൻ നിന്റെ വീടിന്റെ അകത്ത് വെളിപ്പെട്ടാൽ വീടിന്റെ അകത്തെ അന്തരീക്ഷങ്ങൾ മാറും, വീടിന്റെ അകത്തെ ദാരിദ്ര്യങ്ങൾ മാറും, വീടിന്റെ അകത്ത് നിന്ന മാറും. ഇന്ന് രാത്രി എത്ര പേർ അതിനെ വിശ്വസിക്കുന്നുണ്ട്? എത്ര ശപിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന നസ്രയത്തുകാരനായ യേശു ഇന്ന് രാത്രി എല്ലാ വഴികളും അടഞ്ഞെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? സകല പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി കുഞ്ഞെ നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുക, തീർന്നു പോയിട്ടില്ല, തീർന്നെടുത്തുന്ന ദൈവം തുടങ്ങും. പച്ചവെള്ളം അതിന്റെ മുമ്പ് നാടുവഴി പറയാ വീഞ്ഞു തീർന്നു, വീട്ടുകാർ പറയാ വീഞ്ഞു തീർന്നു. ദൈവം പറയാ ഇല്ല, തീർന്നില്ല, കൊണ്ടുപോയി കൊടുക്ക. ഇന്ന് രാത്രി പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവന്റെ മഹത്വം നിന്റെ വീടിന്റെ അകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. ഈ പ്രതിസന്ധി കൊണ്ട് തീരത്തില്ല, ഈ പ്രശ്നം കൊണ്ട് തീരത്തില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തരെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ സ്ത്രീയുടെ അകത്ത് കളിക്കുന്ന വെളിപ്പാടിതാ. അവനെ കണ്ടാൽ എന്റെ സാഹചര്യങ്ങൾ വഴിമാറും. ഇന്ന് രാത്രി ഞങ്ങളെ കാണാൻ വന്നവർ പരാജയപ്പെടും. പക്ഷെ ഇന്ന് രാത്രി കസാരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ, നീ ആഗ്രഹിച്ചാൽ ആ വെളിപ്പാട് നിന്റെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ വീടിന്റെ അകത്തെ മരണങ്ങൾ വഴിമാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 7 ഭൂതം ബാധിച്ച സ്ത്രീയാ. അവിടക്കറിയാ എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ടെന്ന്. ഇന്ന് രാത്രി നമ്മെ വിടുവിച്ച ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും തീരരുത് പ്രിയരെ. ഇന്ന് രാത്രി നീ ഇതിനകത്തിരിക്കുമ്പോൾ തമ്പുരാനോട് ഓരോ നിമിഷം നന്ദി പറ. തമ്പുരാനെ മരണത്തിന് വിടുവിച്ചതിന് നന്ദി, ആക്സിഡന്റിൽ പെടാത്തതിന് നന്ദി. എത്ര പേർക്ക് പറയാൻ കഴിയൂ? ആയുസ്സിനെ തന്ന ദൈവത്തിന് എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും? ഈ വെളിപ്പാട് നിന്റെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ആരെന്നുള്ള വെളിപ്പാട് അവിടെ അകത്തു കത്തി. പത്രോസും കൂടെയുള്ള ശിഷ്യന്മാർ വഴിമാറിപ്പോയപ്പോൾ ഒരു സ്ത്രീ വെയിറ്റ് ചെയ്യുക. കാരണം എന്താ? എനിക്ക് അവനെ കണ്ടേ പറ്റൂ. ഇന്ന് രാത്രി ആരൊക്കെ ഇതിനകത്ത് പറയുക, എനിക്കൊരു ദൈവപ്രവൃത്തി കാണണം, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു ദൈവമഹത്വം കാണണം. അങ്ങനെ ആരൊക്കെ പറയുക, എൻ്റെ ഭാവി തീർന്നു, എനിക്കൊരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുക, ഇന്ന് രാത്രി നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇന്ന് രാത്രി ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ലെന്ന് പറയുന്നവർ എത്ര പേർ ഇതിന് നടുവിലുണ്ട്? അവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ലെന്ന്. കാണാൻ വന്ന പലരും കാണാതെ പോയി.
യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യന്മാരെ പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും എക്സ്പീരിയൻസ് ഉള്ളവരാ യേശുവിന്റെ കൂടെ നടന്നേ. എന്നാൽ ഇവർക്കൊന്നും അകത്ത് കടന്നവനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ 7 ഭൂതം ബാധിച്ച സ്ത്രീ കല്ലറയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്തപ്പോൾ അവളുടെ മുമ്പിൽ അവൾ കാണുകയാ അകത്ത് കിടക്കുന്നവനെ, അകത്ത് കിടക്കുന്ന 2 ദൂതന്മാരെ അവൾ കാണുകയാ. ഹല്ലേലൂയ. പത്രോസും കൂടെയുള്ള ശിഷ്യന്മാർ കണ്ടത് റൂമാലികൾ മാത്രമാ. എന്നാൽ വെയിറ്റ് ചെയ്ത കാത്തിരുന്ന സ്ത്രീ കാണുക അകത്തളത്തിൽ യേശുവിന്റെ ശരീരം വെച്ചെടുത്ത് കാൽക്കലും തലമേലും 2 ദൂതന്മാർ ഇരിക്കുന്ന കാഴ്ചയാ കണ്ടത്. ഇന്ന് രാത്രി ആരൊക്കെയോ നോക്കി ഞാൻ പ്രവചിക്കുക, നീ ചിലത് കാണാൻ പോവുക, നീ ചിലത് കാണാൻ പോവുക. 2019-18 വെയിറ്റ് ചെയ്ത് ഇന്ന് രാത്രി സ്വർഗം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വെയിറ്റ് ചെയ്ത സ്ത്രീയുടെ മുമ്പിൽ അവൾ കാണുക യേശുവിന്റെ ശരീരം കിടന്നിടത്ത് 2 ദൂതന്മാരെ. ഇന്ന് രാത്രി മീറ്റിങ്ങിന് വെറുതെ വന്നിട്ട് പോകരുത്. ഇതിന്റെ അകത്തിരിക്കുന്ന നീ പ്രാർത്ഥിക്കണം, തമ്പുരാനെ എന്നെ തൊടാതെ പോകരുത്, ഇന്ന് രാത്രി എൻ്റെ വീടിനെ തൊടാതെ പോകരുത്, എൻ്റെ അവസ്ഥയെ തൊടാതെ പോകരുത്. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഇന്ന് രാത്രി? ഹല്ലേലൂയ. യേശുവിന്റെ ശരീരം കടന്നെടുത്ത് അവൾ കാണുക 2 ദൂതന്മാരെ. വെയിറ്റ് ചെയ്ത സ്ത്രീയാ. ഒത്തിരി നാളായില്ലേ ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്? ദൈവത്തെ ഒത്തിരി നാളായി ആരാധിക്കുവല്ലേ, പ്രാർത്ഥിക്കുവല്ലേ, ഉപവസിക്കുവല്ലേ? ഒരു മറുപടിയും ഇല്ലാത്ത എത്രയോ പേരിനകത്തുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുക, നീ ചിലത് കാണും, ആരും കാണാത്തത്, നിന്റെ കുടുംബത്തിൽ ആരും കാണാത്തത്, നിന്റെ ചർച്ചക്കാരും കാണാത്തത് വെയിറ്റ് ചെയ്ത നീ കാണാൻ പോവുക. ഇന്ന് രാത്രി വെയിറ്റ് ചെയ്യാൻ നീ കാണാൻ പോവുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നുപോയി, നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വീഞ്ഞിന്റെ പ്രോസസ് നീണ്ട വർഷങ്ങളാണ് എടുക്കുന്നത്. എന്നാൽ യേശു ആ വീടിനകത്ത് വന്നപ്പോൾ ആ വീടിന്റെ അകത്തുള്ളവരെല്ലാം പറഞ്ഞു, എല്ലാം തീർന്നു, എല്ലാ വീഞ്ഞും തീർന്നു, ഇനി ആരൊക്കെയോ തമ്പുരാൻ കൈമാറിയ നിന്റെ പ്രാർത്ഥന ഇന്ന് രാത്രി മറുപടികൾ വെളിപ്പെടാൻ സമയമായി. വിശ്വസിക്കുന്നവർ ആധാരങ്ങളെ തുറന്നു പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് നിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേക്കാത്ത ഒരു രാത്രിയാക്കി സ്വർഗം ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരിക. നഷ്ടപ്പെട്ട നിന്റെ തലമുറ, നഷ്ടപ്പെട്ട നിന്റെ ജോലി, നഷ്ടപ്പെട്ട നിന്റെ ബിസിനസ് ഇന്ന് രാത്രി തമ്പുരാൻ തിരികെ തരുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ആ സ്ത്രീ മണിക്കൂർ വെയിറ്റ് ചെയ്ത് വെറുതെ ആയില്ല. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്നത് വെറുതെ അല്ല. ഹല്ലേലൂയ. തെന്മലയ്ക്കടുത്ത് ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിനകത്ത് ഒരു സ്ത്രീയും 2 പൈതങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിന്റെ അകത്ത് അന്തരീക്ഷത്തിൽ മുഴുവൻ ഒരു ഭയങ്കര പ്രാർത്ഥനയാ, പ്രാർത്ഥന വെളിപ്പെടുന്ന ഒരു കുടുംബം. അന്ന് രാത്രി ആ കുടുംബത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരി അങ്ങ് മലയുടെ മുകളിലുള്ള ഒരമ്മച്ചി വിളിക്കുക, മോളെ നീ ഇന്ന് രാത്രി എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്കാണെങ്കിൽ തെന്മലയ്ക്കകത്ത് ആ റോഡിന്റെ സൈഡിൽ കാണുന്ന ഒരു വീടാ. ആ വീടിന്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ അത് രാത്രി ആ മാതാവ് വിളിച്ചു പറയാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ സ്ത്രീ 2 പൈതങ്ങളും കൂടെ ആ മലമേലുള്ള വീടിന്റെ അകത്ത് പോയി പ്രാർത്ഥന തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണോ? അന്ന് രാത്രി ആ വീടിന്റെ അകത്ത്, ആ വീടിന്റെ മീതെ അതിലെ പോയ ഒരു പാണ്ടിലോറി വീണു. ആ വീടിന്റെ മുകളിലെ പാണ്ടിലോറി വീണു. ദേശക്കാരും ബന്ധുമിത്രാദികൾ ഓടി നിലവിളിക്കുക, അയ്യോ ആ 2 പൈതങ്ങളും ആ മാതാവ് തീർന്നെന്ന്. എന്നാൽ ലോകരെല്ലാം വിധി എഴുതി അതിന്റെ അകത്തുനിന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മേളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ ഓടി വരിക. ആ സ്ത്രീ ഓടി വന്ന് പറയുക, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയതാ, ഇന്നലെ രാത്രി ഞാൻ മാതാവിന്റെ വീട്ടിൽ ആ പ്രാർത്ഥിക്കാൻ പോയതാ. ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് രാത്രി മേഘത്തിന്റെ അകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ മരണങ്ങൾ വഴിമാറും. ഈ പ്രാർത്ഥന വെറുതെയല്ല, നിന്നെ ഇതിനകത്ത് കൊണ്ടിരിക്കുന്നത് വെറുതെയല്ല. ഏതൊക്കെയോ രീതിയിൽ മരണത്തെ പൊളിക്കാൻ മരണത്തിന്റെ അധികാരിയായവനെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിക്കുന്ന രാത്രിയാ.
മേഘത്തിന്റെ കീഴിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ മരണങ്ങൾ വഴിമാറും. നീ മേഘത്തിന്റെ കീഴിലാണ് ഇരിക്കുന്നതെങ്കിൽ ദുഃഖങ്ങൾ വഴിമാറും. അന്ന് രാത്രി, അന്ന് വെളുപ്പിന് സകലരും തീർന്നു പോയെന്ന് പറഞ്ഞപ്പോൾ, 2 പൈതങ്ങളും ആ മാതാവ് മരിച്ചു പോയെന്ന് വിധി എഴുതിയപ്പോൾ, അന്ന് പകൽ നേരം വെളുത്തപ്പോൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ത്രീയെ കണ്ട് ആശ്ചര്യത്തോടെ അവർ ചോദിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. ഇന്ന് രാത്രിയിലോ ഈ കസാര ഇരിക്കുന്നത് വെറുതെ അല്ല. എവിടേക്കോ നിന്നെ വെട്ടാൻ വേണ്ടി, നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ വേണ്ടി മരണം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മരണത്തിന്റെ വേരിനെ പൊളിക്കാനാ ഇന്ന് രാത്രി അഭിഷക്തന്മാർ ഇത്രയും പണവും മുടക്കി നിന്നെ ഈ കസാര ഇരുത്തിയത്. അത് വിശ്വസിക്കുന്നവർ ആധാരങ്ങളെ തുറന്ന്, വെറുതെ അല്ല, വെറുതെ അല്ല, വെറുതെ അല്ല. നിന്റെ തലമുറ മരണം തുറത്തില്ല. നിന്റെ തലമുറ മരണം പിടിക്കത്തില്ല. നിന്റെ തലമുറ വഴിവരച്ചു പോകത്തില്ല. കാരണം എന്താ? ഇന്ന് രാത്രി അവർ യേശുവിനെ പരിചയപ്പെടുന്നത്. ഇന്ന് രാത്രി മേഘത്തിന്റെ കീഴിലാണോ മരണങ്ങൾ വഴിമാറും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത് ഒരു മേഘത്തിന്റെ കീഴിലാ. ഇന്ന് രാത്രി മേഘത്തിന്റെ മീതെ, മേഘത്തിന്റെ കീഴിൽ ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ ഒരു കാര്യം നീ ഇന്ന് രാത്രി ആലോചിച്ചോ. എന്റെ വീടിന്റെ അകത്ത് എവിടേക്കോ ശത്രു വെച്ച പ്ലാനുകൾ പൊളിയ, എവിടേക്കോ നിനക്ക് ആക്സിഡന്റ് ഇടാൻ, നിന്റെ കുടുംബത്തെ അനാഥമാക്കാൻ രോഗങ്ങളിട്ട് ശത്രു നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ വീടിന്റെ അകത്ത് നിന്റെ നന്മയെ കെടുത്തുമ്പോൾ ഇന്ന് രാത്രി കസാലയിൽ ഇരിക്കുന്നത് വെറുതെ അല്ല. ആ രോഗങ്ങൾ വഴിമാറും, ആ ബന്ധനങ്ങൾ അഴിയോ, ആ മരണങ്ങൾ വഴിമാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർ തന്റെ ഇടത്തോടെ അതരങ്ങളെ തുറന്ന് വെറുതെ അല്ല പ്രിയരെ. ഈ മീറ്റിംഗ് കസാര ഇരിക്കുന്ന വെറുതെ അല്ല. ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന വെറുതെ അല്ല. നീ അടിക്കുന്ന ഓരോ കൈയടിയോ, നീ ഇതിനകത്തിരുന്ന് വചനം കേൾക്കുമ്പോഴോ നിന്റെ വീടിന്റെ അകത്ത് തമ്പുരാൻ എന്തൊക്കെയോ സൃഷ്ടിപ്പ് നടത്തിയ അവനെ ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിച്ചു വരുത്താൻ കഴിയോ? അവന് മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയോ? അവൻ അന്ധന്റെ കണ്ണു തുറക്കാൻ കഴിയോ? ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ പേര് ഈ പട്ടണത്തിന്റെ അകത്ത് ആധാരങ്ങളെ തുറന്ന് ഉറക്കെ വിളിച്ചാട്ടെ. യേശുവേ എന്ന് വിളിച്ചാട്ടെ. എല്ലാ ആധാരങ്ങളും തുറന്ന് നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ വിളിപ്പുറത്ത് റോഡാണെങ്കിലും വീടാണെങ്കിലും എത്ര മരിച്ച അവസ്ഥയാണെങ്കിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് സാക്ഷാൽ നസ്രയത്തുകാരനായ യേശു മാത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി ആ യേശു എന്റെ വീടിന്റെ അകത്തുണ്ടെന്ന്? അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ സ്ത്രീ വെയിറ്റ് ചെയ്യുക. കാരണം എന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരുത്തനടുത്ത ഞാൻ വന്നത്. അവന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതായി മാറും. മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുക ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി. കാത്തു നിന്നവിടെ നടുവിൽ യേശു ഇറങ്ങി വരിക. അവൾ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. അവൾ യേശുവിനോട് ചോദിക്കുക, എന്റെ ഗുരുവിനെ എവിടെ വെച്ചെന്ന്. ഇന്ന് രാത്രി നിന്റെ അടുക്കൽ നിൽക്കുന്ന ആരാന്ന് പോലും ഇന്ന് രാത്രി നീ തിരിച്ചറിയേ. നിന്റെ അടുക്കൽ നിൽക്കുന്നവനെ ഒന്ന് തിരിച്ചറിയാൻ നീ റെഡിയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ വഴിമാറും. നീ എവിടെ പോയാൽ നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയോ, ആ സ്ത്രീയുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ട് പറയുക, സ്ത്രീയെ നീ എന്തിനാ കരയുന്നെന്ന്. അവൾ കരഞ്ഞോണ്ടിരിക്കുക. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്ക് യേശു കണ്ണുനീർ വാർത്തു. അതൊരു സ്ത്രീയുടെ മുമ്പിലാ, ബെഥാനിയയിലെ ഒരു കുടുംബത്തിന്റെ മുമ്പിലാ. ഇന്ന് രാത്രി നിന്റെ കണ്ണീരിനെ ലോകക്കാർ മാനിക്കത്തില്ല, ചർച്ചക്കാർ മാനിക്കത്തില്ല, തലമുറകൾ ബഹുമാനിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കണ്ണീരിനെ പോലെ ഇന്ന് രാത്രി വിലയുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവം നിന്റെ നടുവിലുണ്ട്.
ബഥാനിയയിലെ വീട്ടിൽ യേശു ചെന്നപ്പോൾ യേശു കരഞ്ഞത് ഒറ്റ കാര്യത്തിനകത്ത്. അവന്റെ പ്രിയനായ ലാസർ മരിച്ചു. അവന്റെ സഹോദരിയായ മറിയ കരഞ്ഞപ്പോൾ യേശുവിനെ കരയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ദൈവമായി ബന്ധമുള്ള തലമുറകളെ നോക്കി ഞാൻ കൈമാറിയ നിന്റെ കുടുംബത്തിനകത്തൊരു കണ്ണുനീര് വെളിപ്പെട്ടാൽ എന്റെ ദൈവവും കരയും, എന്റെ ദൈവം കരയും. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം, യേശു കണ്ണുനീർ വാർത്തു, യേശു കണ്ണുനീർ വാർത്തു. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ അകത്ത് യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. അസാധ്യമായ ഒരു കാര്യം. അതിന്റെ നടുവിൽ മാർത്ത വന്ന് യേശുവിനോട് പല കാര്യങ്ങൾ പറയുക. യേശു അതൊന്നും മൈൻഡ് ചെയ്ത പോലുമില്ല. പക്ഷെ കാൽപാദത്തിലിരുന്ന് വചനം കേട്ട മറിയ ഓടി വന്ന് യേശുവിനോട് തന്റെ സഹോദരൻ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ കണ്ണുനീർ വാർത്തു. ഇന്ന് രാത്രി ദൈവത്തോട് ബന്ധമുള്ള ഒരു കൂട്ടരോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറിയ, ഇന്ന് രാത്രി നിന്റെ പരാജയങ്ങൾ പോലെ എന്റെ യേശുവിന്റെ സന്നിധിയെ വിലയുള്ളതായി മാറുക. സകലരും പറഞ്ഞു ലാസർ ഉയർക്കത്തിലെന്ന്. 4 ദിവസമായി പ്രതീക്ഷകൾ അസ്തമിച്ചു. ഒരു പ്രതീക്ഷകളുമില്ല, കുടുംബത്തിനോ ദേശക്കാർക്ക് ഒരു പ്രതീക്ഷകളുമില്ല. എന്നാൽ 4ാമത്തെ ദിവസത്തിൽ ഒരുത്തന്റെ പ്രത്യക്ഷതയാ. അവന്റെ പേരാ യേശു. 3 ദിവസം നടക്കാത്തതിനെ 4ാമത്തെ ദിവസം അവൻ വന്ന് കയറിയപ്പോൾ ലാസറിന്റെ കല്ലറുടെ മുമ്പ് ഇത് പറയാ, ലാസറെ പുറത്തു വരാൻ. ഇന്ന് രാത്രി പട്ടണത്തിന്റെ അകത്ത് ജീർണിച്ച അവസ്ഥയിൽ കിടക്കുന്ന, നരകതുല്യമായ അവസ്ഥയിൽ കിടക്കുന്ന ഏതൊക്കെയോ ഭവനത്തെ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുക, ഇന്ന് രാത്രി നീ പുറത്തു വാ, ഇന്ന് രാത്രി നീ പുറത്തു വാ. ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയെ വിട്ട് പുറത്തു പോ, നിന്റെ മരണത്തെ വിട്ട് പുറത്തു പോ. ഇന്ന് രാത്രി നിന്റെ വീടിന്റെ അകത്ത് മരിച്ച അവസ്ഥകൾ എന്റെ ദൈവം തിരിക്കാൻ പോവുക. നാട്ടുകാർ പറഞ്ഞു 4 ദിവസമായി പ്രതീക്ഷകൾ അസ്തമിച്ചു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ആചാരപ്രകാരം 4 ദിവസം, 3 ദിവസം ആത്മാവ് ശരീരത്തിനകത്ത് നിൽക്കും. എന്നാൽ 4ാമത്തെ ദിവസം യേശു വന്നത്. കാരണം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. ഇന്ന് രാത്രി മനുഷ്യൻ പറയൂ അത് നടക്കത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയാ, എത്ര പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണെന്ന് വിശ്വസിക്കുന്നവർ അതരങ്ങളെ തുറന്ന് ആ ദൈവത്തെ സന്നിധിയിൽ കരങ്ങളെ അടിച്ച് ഈ വീടിന്റെ അകത്ത്, ഈ പട്ടണത്തിനകത്ത് ഏതൊക്കെയോ മരിച്ച അവസ്ഥകൾ ഇരിക്കുന്ന വീടിനെ നോക്കി യേശു പറയുക, ലാസറേ പുറത്തു വാ. ഇന്ന് രാത്രി ചിലത് പുറത്തു വരുന്ന രാത്രിയാ. ഈ ദേശത്തിന്റെ അകത്ത് നാളുകളെ ഇരുട്ടിക്കടന്ന ചിലത് വെളിച്ചത്തിലേക്ക് വരാൻ പോകുന്ന രാത്രിയാ. ഈ മീറ്റിംഗ് വെറുതെ ക്രമീകരിച്ചല്ല. ഇരുട്ടിൽ കിടക്കുന്ന ചിലത് ഈ മീറ്റിംഗിനകത്ത് ഓടിയെത്തുന്ന ഒരു സീസൺ തമ്പുരാൻ തുറക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ലോകർ പറഞ്ഞു പ്രതീക്ഷകൾ അസ്തമിച്ചത്. ലാസറിന്റെ വീട്ടിൽ നോക്കി സകലതും വിധി എഴുതി. യേശുവിന്റെ കൂടെ നടന്നതല്ലേ അനുഭവിച്ചോ, യേശുവിനെ അറിഞ്ഞതല്ലേ അനുഭവിച്ചോന്ന് ലോകർ മുഴുവൻ വിധി പറഞ്ഞപ്പോ അതിന്റെ നടുവിൽ കണ്ണീരോടെ ഒരു സ്ത്രീ യേശുവിന്റെ കാൽപാദത്തിൽ ഇരിക്കുക. ഇന്ന് രാത്രി എത്ര പ്രതിസന്ധി നിന്റെ ലൈഫിന്റെ അകത്ത് ഉണ്ടായാലും യേശുവിന്റെ കാൽപാദത്തിൽ ഇരിക്കുന്ന കുഞ്ഞെ, നീ പരാജയപ്പെടാൻ, നീ തോൽക്കാൻ അവൻ സമ്മതിക്കത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ആ സ്ത്രീ യേശുവിനെ കാണാൻ കല്ലറയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്തത്. അവളോട് യേശു ചോദിക്കുക, നീ എന്തിനാ കരയുന്നേ? അവൾ പറയുക, എന്റെ ഗുരുവിനെ ആരോ എടുത്തോണ്ട് പോയി, അവനെ എവിടെ വെച്ചിരിക്കുന്നത്? അവിടെ ചോദ്യം മുഴുവൻ മക്കളെ കെട്ടിക്കുന്ന കാര്യത്തിലല്ല, നന്മ ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല, പുതിയ വീട് വെക്കുന്ന കാര്യത്തിലല്ല, എന്റെ ഗുരുവിനെ എവിടെ വെച്ചെന്ന് നമുക്ക് അറിയേണ്ടത്. ഇന്ന് രാത്രി നീ വിശ്വസിക്ക്, എന്റെ യേശുവിനെ എനിക്കൊന്ന് കാണുമെന്ന്. ഇന്ന് രാത്രി ആധാരങ്ങളെ തുറന്ന് യേശുവിനോട് പറ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇന്ന് രാത്രി നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് എത്ര പേർ ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് പറയാൻ റെഡിയാ?
ഹല്ലേലൂയ. അതുകൊണ്ട് ആ സ്ത്രീ ഇപ്രകാരം യേശു എന്റെ ഗുരുവിനെ എടുത്തോണ്ട് പോയി. എവിടെ വെച്ച്? തോട്ടക്കാരൻ പറഞ്ഞ് പറയുക. ആ സ്ത്രീയുടെ ചോദ്യത്തിന് മുമ്പിൽ, അവിടെ കണ്ണീരിന് മുമ്പിൽ യേശു പറയുക, സ്ത്രീയെ എന്ന് വിളിക്കുക. അവിടെ മറിയെന്ന് വിളിക്കുമ്പോൾ തന്നെ അവൾ ഉടനെ കേൾക്കുക. അവിടെ പ്രാണനാഥൻ, അവൾ സ്നേഹിച്ച യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവിടെ കണ്ണുനീര് മാറുക. ആ സ്ത്രീയും തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കാണുക, യേശുവിനെ കാണുക. ഇന്ന് രാത്രി നീ ചിലത് കാണാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ യേശുവിനെ കാണാൻ പോവുകയാണ്? എത്ര പേർ വിളിച്ചു പറയും ഇന്ന് രാത്രി ഞാൻ യേശുവിനെ കാണുമെന്ന്? ഇന്ന് രാത്രി വിളിച്ചു പറ, എനിക്ക് യേശുവിനെ കാണുമെന്ന്. ഇന്ന് രാത്രി അധരങ്ങളെ തുറന്ന് വിളിച്ചു പറ. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രത്യക്ഷത ഒരു സ്ത്രീയുടെ മുമ്പിൽ, 7 ഭൂതം ബാധിച്ച സ്ത്രീയുടെ മുമ്പിൽ, സമൂഹത്തിന് കൊള്ളാത്തൊരു സ്ത്രീയുടെ മുമ്പിൽ, ആർക്കും വേണ്ടാത്തൊരു സ്ത്രീയുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുക. രണ്ടാമത്തെ പ്രത്യക്ഷത, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക ചിലര്. യേശുവിന്റെ ശിഷ്യന്മാർ മുഴുവൻ വാതിലടച്ചിരിക്കുമ്പോൾ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തങ്ങളുടെ ഗുരുവിനെ കൊന്നു കളഞ്ഞു. ഇനി പ്രതീക്ഷകളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അകത്തളത്തിൽ കഥകടച്ചിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത കുടുംബങ്ങളെ നോക്കി ഞാൻ ഇന്ന് രാത്രി കൈമാറിയ, നിനക്ക് സമാധാനം തരാനോ സമൃദ്ധിയായി അനുഗ്രഹിക്കാനോ ഇന്ന് രാത്രി കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് നാസറേയനായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാരെല്ലാം കൂടിയിരിക്കുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അതിന്റെ നടുവിൽ ഇരിക്കുമ്പോൾ, എന്താകും ഞങ്ങളുടെ ഭാവി, എന്താകും എൻ്റെ കുടുംബജീവിതം, എന്താകും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം, എന്താകും എൻ്റെ തലമുറയുടെ ഭാവി, ഇങ്ങനെ കാണുന്ന കുറെ മാതാക്കൾ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി നിന്റെ മക്കൾക്ക് മറ്റൊന്നും കൊടുത്തില്ലേലും യേശുവിനെ കൊടുക്കുക. ഇന്ന് രാത്രി 5 ലക്ഷം രൂപ കൊടുത്തില്ലേലും, 50 പവൻ കൊടുത്തില്ലേലും, ഇന്ന് രാത്രി നിന്റെ തലമുറക്ക് യേശുവിനെ കൊടുത്താൽ ഇന്ന് രാത്രി അവൻ വഴി പിഴച്ചു പോകത്തില്ല, അവൻ ഉടഞ്ഞു പോകത്തില്ല, ഒരു ആക്സിഡന്റിനകത്ത് അവൻ വീട് പോകത്തില്ല, ഒരു വഴി പിഴച്ച സ്വഭാവത്തിൽ അവൻ പെട്ടു പോകത്തില്ല. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് ഫോൺ മേടിച്ചു കൊടുത്തില്ലേലും, കാറ് മേടിച്ചു കൊടുത്തില്ലേലും, ഇന്ന് രാത്രി യേശുവിനെ കൊടുക്ക്, യേശുവിനെ കൊടുക്ക്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ അവൻ റെഡിയാ. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്? അവിടെ നമുക്ക് കാണാൻ കഴിയും, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സ്ത്രീയുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുക. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുക. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് പറയുക, കയ്യും വിലാപ്പുറവും കാണിക്കുക, ഞാൻ മരിച്ചു പോയിട്ടില്ല, ഞാൻ ജീവനോടെയുണ്ട്. ഇന്ന് രാത്രിയില് നീ മരിച്ചൊരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ജീവനുള്ളൊരു ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ യേശു മരണത്തെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റവനാ? എത്ര പേര് അധരങ്ങളെ തുറന്ന് പറയൂ, എൻ്റെ യേശു മരണത്തെ തോൽപ്പിച്ചവനാണെന്ന്? എത്ര പേര് വിളിച്ചു പറയാൻ റെഡിയാ? എത്ര പേര് ഏറ്റെടുക്കാൻ റെഡിയാ? ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ആ വീടിൻ്റെ അകത്ത് എല്ലാ റൂമുകളും അടച്ചിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ യേശു വന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് രാത്രി സമാധാനം നഷ്ടപ്പെട്ട നിന്റെ കുടുംബത്തിന്റെ സമാധാനം തിരികെ തരാൻ ഇന്ന് രാത്രി യേശു ഇതിന്റെ നടുവിലുണ്ട്. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദാരിദ്ര്യത്തെ മാറ്റാൻ, നിന്റെ നിന്നയെ മാറ്റാൻ, ഇന്ന് രാത്രി നിന്റെ പരാജയത്തെ മാറ്റാൻ കഴിവുള്ളൊരു ദൈവം ഇതിന്റെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. അവന്റെ കയ്യും വിലാപ്പുറവും കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിക്കുക. ഇന്ന് രാത്രി ചിലർ സന്തോഷിക്കാൻ പോവുക. എൻ്റെ ദൈവത്തെ നീ കാണുമ്പോൾ, അവന്റെ വിലാപ്പുറം കാണുമ്പോൾ, അവന്റെ കൈ കാണുമ്പോൾ, അവന്റെ ശരീരം കാണുമ്പോൾ ഇന്ന് രാത്രി നീ സന്തോഷിക്കാൻ പോവുക. നിന്റെ ദുഃഖങ്ങൾ വഴിമാറാൻ പോവുക. നിന്റെ പ്രതീക്ഷ അസ്തമിച്ച വിഷയങ്ങൾ ഇന്ന് രാത്രി വഴിമാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രത്യക്ഷത, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ. മൂന്നാമത്തെ പ്രത്യക്ഷത, ദിദിമോസ് എന്ന് പറയുന്ന തോമസിന്റെ മുമ്പിൽ. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ എല്ലാവരും കൂടിയിരുന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു.
ചിലരുണ്ട്, അവർ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ. ചിലർ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ. കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഇപ്രകാരം വരുന്നത്: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവശക്തിയാ. ഇന്ന് രാത്രി നമുക്കത് ദൈവശക്തിയാ, മറ്റു പലർക്കത് പോഷത്വമാ. എന്നാൽ ഇന്ന് രാത്രി ദൈവം പോഷന്മാരെ തെരഞ്ഞാ വന്നത്. ഇന്ന് രാത്രി ബലഹീനമില്ലാത്തതിനെ തേടിയ ദൈവം വന്നത്. ഇന്ന് രാത്രി ആർക്കും വേണ്ടാത്തതിനെ തേടിയ ഇന്ന് രാത്രി ദൈവം വന്നെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ കാണാതെ വിശ്വസിക്കത്തില്ല. പലരും അങ്ങനെ കാണാതെ അവരൊന്നും വിശ്വസിക്കത്തില്ല. വീണ്ടും അവർ പ്രാർത്ഥിക്കാൻ 7 ദിവസം കഴിഞ്ഞ് ഇരിക്കുക. അതിന്റെ നടുവിൽ യേശു വരിക. അതിന്റെ നടുവിൽ നിങ്ങൾ പറയുക, വിലാപ്പുറവും കൈ കാണിച്ചിട്ട് പറയുക, നിങ്ങൾ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി നാം ഒന്നും കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി അകത്തളത്തിൽ വിശ്വസിച്ച നിന്നെ നോക്കി ദൈവാത്മാവ് കൈമാറിയ നീ ഭാഗ്യവാനാ. 50 കോടി ലോട്ടറി അടിക്കുമ്പോഴല്ല ഭാഗ്യവാൻ. എപ്പോ നീ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിന്റെ അകത്ത് വെളിപ്പെടുന്നോ അന്ന് മുതൽ ഈ ക്രൂശിന്റെ വചനത്തെ കുറിച്ച് ആ വെളിപ്പാട് എന്ന് നിന്റെ അകത്ത് കത്തുന്നോ അന്ന് നീ ഭാഗ്യവാനാ. എത്ര പേർ പറയുന്നു ഈ വചനം എന്റെ സ്ഥിതിയെ മാറ്റിയെന്ന്? ക്രൂശിന്റെ വചനം നശിച്ചു പോയ എന്നെ വീണ്ടെടുത്തത് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ചിലർക്ക് ഇത് കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ. അവരെ വിശ്വസിപ്പിക്കാൻ ദൈവമായി 7 ദിവസം വീണ്ടും ഇറങ്ങിയ ആ മാളിക മുറിയിൽ വീണ്ടും തോമസും കൂട്ടായുള്ളവരും കൂടിയിരിക്കുമ്പോൾ തോമസിന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് യേശു ഇറങ്ങി വരിക. മോനെ, നീ വിലാപ്പുറത്തേക്ക് കൈയിട്. നീ കണ്ടില്ലെങ്കിൽ നീ ഇന്ന് രാത്രി കണ്ടുകൊണ്ട്, ഇന്ന് രാത്രി നീ എന്നെ കാണാതെ ഇത് ഇത്രയും പറഞ്ഞത്, എന്നാൽ ഇന്ന് രാത്രി കണ്ടുകൊണ്ട് നീ എന്റെ ശരീരത്തിലേക്ക് വിരലിട്. യേശു തെളിവായി നിന്നുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കുക, തന്റെ കൈയും വിലാപ്പുറവും. ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ദൈവമില്ലെന്നും ദൈവപ്രവൃത്തി ഇല്ലെന്നും പറയുന്ന ആരൊക്കെയോ നോക്കി ഞങ്ങൾ വിളിച്ചു പറയുക, നീ ദൈവം ആരെന്ന് കാണാൻ പോവുക. 2020 ഫെബ്രുവരി മാസം 2-ാം തീയതി ഞാൻ പ്രഖ്യാപിക്കുക, ഈ പട്ടണത്തിനകത്ത് ആരൊക്കെയോ ഏതൊക്കെയോ വീടിന്റെ അകത്ത് യേശു ആരെന്ന് കാണാൻ പോവുക. യേശു ആരാന്ന് ഇന്ന് രാത്രി തെളിയിക്കാൻ പോയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 4-ാമത്തെ പ്രത്യക്ഷത തിബരിയാസിൽ പരാജയപ്പെട്ടു പോയ പത്രോസ്. അവരുടെ ജീവിതത്തിനകത്ത് മുഴുവൻ പരാജയപ്പെട്ടു. യേശുവിനെ വിട്ടുമാറിയപ്പോൾ പരാജയങ്ങൾ അവന്റെ ജീവിതത്തിനകത്ത് കയറി. അവൻ പിടിക്കുന്ന ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, ഒത്തിരി മീൻ പിടിച്ചിട്ടുള്ളവനാ. പക്ഷേ യേശുവിനെ പിരിഞ്ഞു പോയപ്പോൾ അവന്റെ പടകിനകത്ത് ഒരു മീൻ പോലും കയറിയില്ല. ഇന്ന് രാത്രി വചനം പറ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആരുടെക്കോ ദൈവാത്മാവ് കൈമാറിയ ദൈവത്തെ പിരിഞ്ഞ് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനും അത്രേ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നല്ലൊരു ആരോഗ്യം വേണമെങ്കിൽ, നല്ലപോലെ ഒന്ന് ജോലി ചെയ്യണമെങ്കിൽ, നല്ലപോലെ ഒന്ന് ഉഷാറായി നിങ്ങൾക്കൊന്ന് ജോലി ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് എത്ര പേർ ഉറപ്പോടെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വചനം പറയാ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും ആരുടെക്കോ ദൈവാത്മാവ് കൈമാറിയ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. തിബരിയാസിൽ തോറ്റു പരാജയപ്പെട്ട് തുന്നം പാടുന്ന പത്രോസിന്റെ ലൈഫിലേക്ക് യേശു തിബരിയാസിൽ ഇറങ്ങി വരിക. കാരണം എന്താ?
നീ പരാജയപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. പത്രോസേ, നീ എന്നെ തള്ളിപ്പറഞ്ഞെങ്കിലും, നീ എന്നെ ഉപേക്ഷിച്ച് പോയെങ്കിലും, ഇന്ന് രാത്രി ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. അമ്മ നിങ്ങളെ മറന്നാലും, ഭർത്താവ് നിങ്ങളെ മറന്നാലും, തലമുറ നിങ്ങളെ മറന്നാലും, മറക്കാത്തൊരു ദൈവം ഇതിന്റെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ ആധാരങ്ങളെ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ റെഡിയാ? ആരൊക്കെ നിന്നെ മറന്നാലും, സമൂഹം നിന്നെ തള്ളിയാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും, ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൻ തരാത്ത സ്നേഹം, അമ്മ തരാത്ത സ്നേഹം നിനക്ക് തരാൻ കഴിയുന്ന ഒരു നാശ്രയൻ ഇന്ന് രാത്രി ഈ ഹോളിന്റെ അകത്ത്, ഈ ഗ്രൗണ്ടിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. തിബരിയാസ് പരാജയപ്പെട്ട പത്രോസിനെ തേടി യേശു ഇറങ്ങി വരിക. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തിബരിയാസ് വെളിപ്പെടാൻ പോവുക. യേശു നിന്നെ വെയിറ്റ് ചെയ്യുക, യേശു നിന്നെ തിരയുക. ഇന്ന് രാത്രി മടങ്ങി വാ, ദൈവത്തിലേക്കൊന്ന് രാത്രി മടങ്ങി വാ. നഷ്ടപ്പെട്ടു പോയ കൃപ, നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധം ഇന്ന് രാത്രി തിരികെ പിടിക്ക്. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് അടുക്ക്, ദൈവത്തിലേക്ക് കയറി വാ. ലോകം അതിന്റെ ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവം ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. ഇന്ന് രാത്രി നീ ചെയ്യുന്ന താൽക്കാലിക ജോലി വിടേണ്ട വരും. ഇന്ന് രാത്രി നിന്റെ ആരോഗ്യം വിട പറഞ്ഞ് നീ പോകേണ്ടി വരും. ഇന്ന് രാത്രി നിന്റെ കുടുംബം വിട്ട് നിനക്ക് പോകേണ്ടി വരും. എന്നാൽ നിനക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ഒരു ഭവനം സ്വർഗത്തിലുണ്ട്. കൈപ്പണിയില്ലാത്ത ഒരു ഭവനം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ എന്റെ ദൈവം കരുതി വച്ചിരിക്കുക. കർത്താവ് തൻ ഗംഭീര നാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹള നാദത്തോട് സ്വർഗത്തിൽ ഇറങ്ങി വരും. ഇന്ന് രാത്രി ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കപ്പെടും. ശേഷിച്ച നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിൽ ഇന്ന് രാത്രി എടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, എനിക്ക് ദൈവത്തോട് ചേരണമെന്ന്, എനിക്ക് ദൈവിക കൽപ്പന സ്വീകരിക്കണം, ഈ ദൈവത്തെ അറിയണമെന്ന് പറയുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് ഈ യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് ഈ യേശുവിനെ വേണം. ഇന്ന് രാത്രി എന്റെ ലൈഫിന്റെ അകത്ത് ഈ യേശു അത്ഭുതങ്ങളെ ഒന്ന് ചെയ്യണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു നിമിഷം നിങ്ങളൊന്ന് എഴുന്നേറ്റാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? എല്ലാ ശബ്ദങ്ങളും ഒന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി ഇതിന്റെ പരാജയങ്ങൾ വഴിമാറിയ, ഇന്ന് രാത്രി ദൈവാത്മഭാര്യക്ക് തിരികെ ഒരു നഷ്ടപ്പെട്ട ദൈവിക ബന്ധത്തിലേക്ക്. ലോകത്തിന്റെ അകത്ത് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് തിരികെ വാങ്ങിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തെ നഷ്ടപ്പെടുത്തിയാൽ, ദൈവമില്ലെങ്കിൽ നീ ചെയ്യുന്ന ജോലി പരാജയപ്പെടും. ദൈവമില്ലെങ്കിൽ നിന്റെ കുടുംബം പരാജയപ്പെടും. ദൈവമില്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസം തകർന്നു പോകും. ദൈവമില്ലെങ്കിൽ നിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. ഇന്ന് രാത്രി വചനം പറയും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? എനിക്ക് ആ യേശുവിനെ വേണം, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. അഭിഷേകത്തിനെ നിങ്ങൾ പറയുന്ന യേശു എന്നെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അവന് വേണ്ടി ജീവിക്കുമെന്ന് എത്ര പേർക്ക് തന്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ കഴിയും? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഏതൊക്കെ വീടിന്റെ അകത്തേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ അലങ്കോലമായ നിന്റെ കുടുംബത്തെ യേശു ഇന്ന് രാത്രി വിടുവിക്കാൻ പോവുക. എല്ലാ ശബ്ദങ്ങളും ഉയരട്ടെ. ഇന്ന് രാത്രി നിന്റെ വീടിന്റെ അവസ്ഥകൾ മാറിയ, ഇന്ന് രാത്രി 4 മുറിക്കകത്ത് ഒതുങ്ങിയിരുന്ന് കരയുന്ന മാതാവേ, നിന്റെ കരച്ചിലിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. തലമുറയുടെ ഭാവി വിഷയത്തിന്റെ അകത്ത്, നഷ്ടപ്പെട്ടു പോയ ജോലി വിഷയത്തിനകത്ത് ഇന്ന് രാത്രി എത്ര തകർന്നവനെ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നത്തിലിരിക്കുന്നവനെ, എത്ര മദ്യപാനിയെ, എത്ര വ്യഭിചാരിയെ ഇന്ന് രാത്രി വിടുവിക്കാൻ കഴിവുള്ള ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാ.
ഒരു മതത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. സംഘടനയ്ക്ക് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നാമം ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, യേശു എന്ന നാമത്തെ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ കരത്തേക്ക് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ, യേശുവിന്റെ നാമത്തിൽ അസ്ഥി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്ത ഇന്ന് രാത്രി ഇല്ലാത്ത അവയവങ്ങൾ നിന്റെ ശരീരത്തിനകത്ത് ഉണ്ടായി വരട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ട്യൂമറുകൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇന്ന് രാത്രി ശരീരത്തിനകത്ത് രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുക. യേശു തൊടുക നിന്നെ വിടുവിക്കാൻ. ഇന്ന് രാത്രി യേശു ഗ്രൗണ്ടിനകത്തുണ്ട്. നിന്റെ തകർച്ച വഴിതിരിക്കാൻ ഇന്ന് രാത്രി യേശു ഇതിന്റെ നടുവിലുണ്ട്. തകർന്ന നിന്റെ ഭാവിയെ, തകർന്ന നിന്റെ കുടുംബത്തെ, അലങ്കോലമായ നിന്നെ വിടുവിക്കാൻ ഒരുവൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഈ നിമിഷം വിടുതൽ നടക്കുക, വിടുതൽ നടക്കുക. യേശുവിന്റെ കരച്ചല വീടിന്റെ അകത്തേക്ക് ഇറങ്ങിയ, യേശുവിന്റെ കരച്ചലനെ തൊടുക. കുടുംബത്തകത്ത് ചില മദ്യപാനങ്ങൾ വഴിമാറിയ തലമുറ സംബന്ധമായ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന മാതാവേ, ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിനകത്ത് നിന്റെ മകനെ ഇന്ന് രാത്രി ദൈവം തൊടുക. അവന്റെ പ്രത്യക്ഷത യേശുവിൻ നാമത്തിൽ നിന്റെ തകർന്ന വിഷയത്തെ യേശു പണിയുക. യേശുവിന്റെ നാമത്തിൽ ഈ സമയം രോഗങ്ങൾ സൗഖ്യമാകുക. അവൻ നിന്റെ രോഗത്തെ എടുത്തിട്ട് സൗഖ്യത്തെ വെക്കുക. നിന്റെ ഇല്ലായ്മ എടുത്തിട്ട് ഉള്ളതിനെ വെക്കുക. നിന്റെ തകർച്ച എടുത്തിട്ട് അവന്റെ ജയത്തെ ഇന്ന് രാത്രി വെക്കുക. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഈ നിമിഷം മാറ്റാൻ കഴിയാത്ത രോഗങ്ങൾ സൗഖ്യമാകുക. അലങ്കോലമായത് പണിയപ്പെടുക. സ്വീകരിക്കുക, സ്വീകരിക്കുക. അതരങ്ങളെ തുറന്ന്, അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുക. സൗഖ്യങ്ങൾ ഇപ്പോൾ, അസ്ഥി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വൈകല്യങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെ ദൈവം ഈ ഗ്രൗണ്ടിന്റെ അകത്ത് ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുക. അവൻ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റിയ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. തൊടുക, തൊടുക, തൊടുക. യേശുവിൻ നാമത്തിൽ തൊടുക. തകർന്ന ബിസിനസ്സുകൾ പണിയപ്പെടുക. തകർന്ന ശുശ്രൂഷ, തകർന്ന നിന്റെ ജീവിതം എന്റെ ദൈവം പണിയുക. പ്രാർത്ഥിക്കുക, യേശുവെ വിളിക്കുക. അല്പസമയം അതരങ്ങളെ തുറന്ന് യേശുവിൻ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. പരാജയപ്പെട്ട പത്രോസേ, ഇന്ന് രാത്രി നീ പരാജയപ്പെടാൻ അവൻ സമ്മതിക്കത്തില്ല. എത്ര പരാജയപ്പെട്ടവരെ ജയിപ്പിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാ. എത്ര തകർന്നവരെ, എത്ര ഉടഞ്ഞവരെ, എത്ര ബലഹീനരെ ഇന്ന് രാത്രി നിവർത്താൻ കഴിയുന്ന ഒരു നാമം അത് യേശു എന്ന നാമം. ആ നാമത്തെ ഇന്ന് രാത്രി നീ ഉറക്കെ വിളിക്ക്. ചില തലമുറയുടെ മേൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. ഒരു അഭിഷേകം ചിലതിന്റെ മീതെ വീഴുക. ദുരാത്മാവിന്റെ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുക, അഴിഞ്ഞു മാറുക, അഴിഞ്ഞു മാറുക. യേശുവിൻ നാമത്തിൽ മദ്യപാനങ്ങൾ ഇപ്പോൾ ആ സ്പിരിറ്റുകൾ യേശുവിന്റെ പുറത്തു പോകും. ആ വിചാരത്തിന്റെ അന്തർവാദത്തിന്റെ ശക്തികളെക്കാൾ ഇന്ന് രാത്രി ഉയരത്തിലൊരു ശക്തി, അത് യേശുവിന്റെ ശക്തി. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. തൊടുക, യേശു തൊടുക, യേശു തൊടുക, യേശു തൊടുക. മാതാവേ, നിന്റെ വീടിനെ യേശു തൊടുക. സ്വീകരിക്കുക, സ്വീകരിക്കുക. കരങ്ങളെ തട്ടി അതരങ്ങളെ തുറന്ന് സ്വീകരിക്കുക. ശംഭരവാദനാഥന ഈ റോഡിനകത്ത് പോലെ വലിയ ദൈവ സാന്നിധ്യം ചലിക്കുക. അതരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അന്യഭാഷയിൽ അല്പസമയം പ്രതികരിക്കുക. അടുത്തിരിക്കുന്ന വ്യക്തി ആരാധിക്കുന്ന കണ്ട് ആരാധിക്കരുത്.
ഇന്ന് രാത്രി നിന്റെ സിറ്റുവേഷനെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം ഈ ഗ്രൗണ്ടിനകത്തുണ്ടെന്ന് ഉറപ്പുള്ളവർ ആധാരങ്ങളെ തുടർ അന്യ ഭാഷയിൽ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ ഹോളിന്റെ അകത്തേക്ക് ദൈവാത്മാവ് തുറന്നു വിടുക. ശമ്പള വൈരവ നീകര രകര അർത്ഥല രക്ഷര നീകര രകര സൗഖ്യമാകാം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. യേശുവിന്റെ നാമത്തിൽ അസ്ഥിരോഗങ്ങൾ സൗഖ്യമാകാം. അത്ഭുതത്തിന്റെ ദൈവം ഇന്ന് രാത്രി സാത്താൻ മൂടിവെച്ച കുടുംബങ്ങൾ പുറത്തു വെച്ച് ചിലത് പുറത്തു വരിക. അഭിഷേകം മുമ്പ് ബാക്ക് വരെ അത് വ്യാപരിക്കുക. ചില ശരീരത്തിന്റെ അകത്തേക്ക് ആ ദൈവശക്തി വെളിപ്പെടുക. നിന്റെ രോഗങ്ങൾ സൗഖ്യമാകുക. ഒരു അസാധാരണമായ ഒരു ദൈവമാകുന്നു. അതുപോലെ അത് വ്യാപരിക്കാം. യേശുവിൻ നാമത്തിൽ ഒരു അസാധാരണ ശുശ്രൂഷ ഇന്ന് ഞാൻ പുറത്തു വരട്ടെ. വിരോധമായിരുന്നു. പക്ഷെ ദൈവാത്മാവ് കൈമാറിയ ഇന്ന് രാത്രി നിന്റെ വീടിനെ തിരിക്കുന്ന ഒരു ദൈവം ഈ ഹോളിന്റെ അകത്തുണ്ട്. ഈ വീട്ടിൽ നിന്റെ ലൈഫിൽ ഒരു തിരുവായി മാറാവുക. സ്വീകരിക്ക വൈദിക രാധന രകന വർത്തന രക്ഷവരാധിക രകന അന്യഭാഷ
ദൈവത്തിന്റെ വീടിനകത്ത് ഇറങ്ങിയോ? സ്വീകരിക്ക്, സ്വീകരിക്ക്, സ്വീകരിക്ക്. ഇവന്റെ ലൈഫ് തീരട്ടെ, ഇവന്റെ ലൈഫ് തീരട്ടെ. ഒരസാധാരണമായി പകർച്ച ഒരസാധാരണമായി പകർച്ച. ഇന്ന് രാത്രി ഏതൊക്കെ വീടിനകത്ത് അന്തരീക്ഷം മാറിയ കാരണം ഞാൻ വന്നത് കൊണ്ടല്ല. ഇന്ന് രാത്രി ആരെ പരിചയപ്പെടുത്തിയോ ആ പേര് ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തെ ചെക്ക് ചെയ്തോ? രോഗങ്ങളുള്ളവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി രോഗങ്ങൾ മാറിയെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, കരങ്ങൾ ഉയർത്തിയാട്ടെ. രോഗങ്ങൾ എന്നെ യേശു സൗഖ്യമാക്കിയത് ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ ഇവിടെ വന്നപ്പോൾ രോഗങ്ങൾ ഉണ്ടായത്, പക്ഷെ ഇന്ന് രാത്രി എന്നെ തൊട്ടെന്ന് ബോധ്യമുള്ളവർ കരങ്ങളെന്ന് ഉയർത്താമോ? ഇന്ന് രാത്രി കരങ്ങളെന്ന് ഉയർത്താമോ? എനിക്കിവിടെ വന്നപ്പോൾ ചെയ്യാൻ കഴിയാത്തത് ഇന്ന് രാത്രി ആരാധന കഴിഞ്ഞ് ദൈവം എന്റെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾ ചെയ്തെന്ന് വിളിച്ചു പറയുന്നവർ ആ കരങ്ങളെന്ന് ഉയർത്താമോ? ഒരത്ഭുതമെങ്കിലും ഇന്ന് രാത്രി ചെയ്തെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെന്ന് ഉയർത്താമോ? ഇത്ര അത്ഭുതം ദൈവം ചെയ്തു. ഇന്ന് രാത്രി നിന്റെ ലൈഫിൽ ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോയാ മേജറായിട്ടുള്ള ഹീലിംഗ് ദൈവം അതിനകത്ത് ചെയ്യുക. എനിക്കൊരു പ്രാർത്ഥന വേണം. എന്റെ ലൈഫിനകത്ത് യേശുവിനെ വേണം. എനിക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താമോ? എനിക്ക് സ്നാനപ്പെട്ട് യേശുവിന് വേണ്ടി ജീവിക്കണം. എനിക്ക് ഈ യേശുവിനെ അറിയാം, വിശ്വസിക്കുകയും സ്നാനമൊക്കെ ചെയ്താൽ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി അല്ലാത്ത പക്ഷം നീ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇന്ന് രാത്രി എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് സ്നാനപ്പെടണം, യേശുവിന്റെ കൽപ്പന സ്വീകരിക്കണം. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും കൈകളൊന്ന് ഉയർത്താമോ? നിങ്ങൾ ഓടി ഒന്ന് ഫ്രണ്ടി വരാമോ? നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോയാ. നിങ്ങൾ ഓടി ഫ്രണ്ടി വരാമോ? എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, എൻ്റെ കുടുംബം മുഴുവൻ യേശുവിനെ അറിയണം, എനിക്ക് യേശുവിനായി എൻ്റെ ലൈഫ് ഞാൻ തരുന്നു. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൈറങ്ങി ഉയർത്താം. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കാം. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു പ്രാർത്ഥന വേണം. എനിക്ക് വേണ്ടി ദൈവാസനം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവർ ഓടി ഫ്രണ്ടിലോട്ടൊന്ന് വരാമോ? നിങ്ങളുടെ ചെയറിലേക്ക് ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ ഓടി ഫ്രണ്ടിലോട്ടൊന്ന് വരാമോ? നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പോയാ. ദൈവാത്മാവ് എൻ്റെ അകത്ത് തന്നൊരു നിയോഗത്താണ്. ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ. ഓടി മുന്നോട്ട് പോകാം. ആരും കാണാനിരിക്കണം. എനിക്കൊരു പ്രാർത്ഥന വേണം. അഭിഷേകത്തിന് എനിക്കൊരു പ്രാർത്ഥന വേണം. ഇന്ന് രാത്രി എന്നെ തോന്നണം. എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം. അവളോട് ഓടി ഫ്രണ്ടി വരണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ തരങ്ങളൊന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രി പ്രത്യക്ഷത വെളിപ്പെടെ, പ്രത്യക്ഷത വെളിപ്പെടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവന്റെ ലൈഫിന്റെ അകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടെ. ചിലത് ഇന്ന് രാത്രി തുറന്നു വരട്ടെ. വൈകല്യങ്ങൾ പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ശരീരത്തിന്റെ അകത്തേക്ക് സൗഖ്യമാക്കുന്ന യഹോവ റാഫയായവൻ ഇവന്റെ ശരീരത്തിന്റെ അകത്തേക്ക്, നിർജീവമായ അവയവത്തിന്റെ അകത്തേക്ക് ആ ദൈവശക്തിയെ ഞാൻ തുറന്നു വിടുക.
പ്രാർത്ഥിച്ചാട്ടെ. ഈ കുടുംബത്തിന്റെ അവസ്ഥ മാറട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ ശരീരത്തിനകത്ത് ഒരു ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന് ഇവന്റെ കാലിന്റെ അകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന് അസാധാരണമായ ദൈവമഹത്വം ഇപ്പോൾ സംഭവിക്കട്ടെ. എത്രവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന രാത്രി അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ദൈവത്തിന്റെ പ്രത്യക്ഷത കാണാൻ പോവുക. എന്റെ ലൈഫിന്റെ അകത്ത് ചോദിച്ചിന്ന മാനിക്കുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെടാൻ പോവുക. നീ അത് കാണാൻ പോവുക. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന രാത്രി അവന്റെ പ്രത്യക്ഷത ഇന്ന് രാത്രി വെളിപ്പെടുക. ആർക്കും വേണ്ടാത്തൊരു സ്ത്രീയുടെ മുമ്പിൽ അവൻ വെളിപ്പെട്ടു. എല്ലാവരും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ അവൻ വെളിപ്പെട്ടു. പരാജയം കാത്തിരുന്ന പത്രോസിന്റെ ജീവിതത്തിനകത്ത് അവൻ വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആന്റി, നിന്റെ വീടിന്റെ അകത്ത് അവൻ പ്രത്യക്ഷപ്പെടാൻ പോവുക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ സാഹചര്യത്തെ മാറ്റാൻ കഴിയുന്ന, നിന്റെ സിറ്റുവേഷനെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുക. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? തമ്പുരാനോട് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അവന്റെ പ്രത്യക്ഷത വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ സാഹചര്യങ്ങൾ മാറും. എത്ര തോറ്റ വിഷയങ്ങളും ഇന്ന് രാത്രി നീ ജയിക്കാൻ പോവുക. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കത്താവേ, ഇന്ന് രാത്രി എന്റെ ജീവിതത്തിനകത്ത് വരണമേ, എന്റെ ലൈഫിനെ തൊടണമേ. ഇന്ന് രാത്രി ഒഴിഞ്ഞ പടകുമായി നിൽക്കുന്ന പത്രോസുമാരോടുണ്ടെങ്കിൽ ഞാൻ കൈമാറി. ഇന്ന് രാത്രി അവനെ പിരിഞ്ഞ് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നിന്റെ ജീവിതത്തിന്റെ അകത്ത്, അവനെ പിരിഞ്ഞൊന്നും നടക്കത്തില്ല. ഇന്ന് രാത്രി മടങ്ങി വാ, ദൈവത്തിലേക്ക് മടങ്ങി വാ. വിട്ടുപോയ പത്രോസുമാർ കയറി വാ. ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കാം മരണം വരെ. ഒരു ദിവസം പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നീ വിശ്വസിക്ക, എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആരൊക്കെ നിന്നെ കാത്തിരിക്കാൻ ഇല്ലെങ്കിലും, അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും സഹോദരങ്ങളില്ലെങ്കിലും നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആദരങ്ങളെ തുറന്ന് കരങ്ങളെ അടിച്ച് സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. എപ്പോലെ നാഥൻ താലോലിച്ചാണ് ചീടുന്നു, അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചാണ് ചീടുന്നു.